Hi everyone, welcome back to my channel economics.com. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് കെയ്ൻസ് ഫണ്ടമെന്റൽ സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസംഷൻ. കെയ്ൻസിൻ്റെ കൺസംഷനുമായി ബന്ധപ്പെട്ട സൈക്കോളജിക്കൽ ലോ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കെയ്ൻസ് പോസ്റ്റുലേറ്റഡ് എ ഡയറക്റ്റ് ആൻഡ് ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അഗ്രിഗേറ്റ് ഇൻകം ആൻഡ് അഗ്രിഗേറ്റ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ. കെയ്ൻസിൻ്റെ അഭിപ്രായത്തിൽ അഗ്രിഗേറ്റ് ഇൻകവും അഗ്രിഗേറ്റ് കൺസംഷൻ എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള ബന്ധം ഡയറക്റ്റ് ആണ്, അതുപോലെ തന്നെ ലീനിയർ ആയിരിക്കും. ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഗ്രിഗേറ്റ് ഇൻകം കൂടുകയാണെങ്കിൽ അഗ്രിഗേറ്റ് കൺസംഷൻ കൂടും, അഗ്രിഗേറ്റ് ഇൻകം കുറയുകയാണെങ്കിൽ അഗ്രിഗേറ്റ് കൺസംഷനും കുറയും. ഇനി ലീനിയർ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ദ റേറ്റ് ഓഫ് ചേഞ്ച് ഈസ് കോൺസ്റ്റന്റ്, ഒരു മാറ്റത്തിൻ്റെ നിരക്ക് സ്ഥിരമായിരിക്കും. ഇനി കെയ്ൻസിൻ്റെ സൈക്കോളജിക്കൽ ലോയിൽ എന്താണ് പറയുന്നത് എന്ന് നോക്കാം. കെയ്ൻസ് സ്റ്റേറ്റഡ് ഹിസ് സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസംഷൻ ആസ് ഫോളോസ്. Men are disposed as a rule and on the average to increase their consumption as their income increases, but not to buy as much as they increase in their income. ഈ ഒരു സെൻറ്റൻസിൽ മെൻ ആർ ഡിസ്പോസ്ഡ് ആസ് എ റൂൾ ആൻഡ് ഓൺ ദി ആവറേജ്, ഇതൊരു ഫ്രേസാണ്. ജനങ്ങൾക്ക് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന് പൊതുവെയുള്ളൊരു പ്രവണതയെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഫ്രേസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള ടെൻഡൻസി എന്താണ്? കൺസ്യൂമേഴ്സിൻ്റെ ഇൻകം വർദ്ധിക്കുകയാണെങ്കിൽ അവരുടെ കൺസംഷൻ വർദ്ധിക്കും, പക്ഷേ കൺസംഷനിലുണ്ടാകുന്ന വർധനവ് ഇൻകത്തിലുണ്ടായ വർധനവിനേക്കാൾ കുറവായിരിക്കും. ഉദാഹരണം, ഒരു 10,000 രൂപ സാലറി വാങ്ങുന്ന ഒരു കൺസ്യൂമർ ആണെങ്കിൽ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ വരുമാനം 5,000 രൂപ വർദ്ധിക്കുന്നു. അതായത് മൊത്തം അയാൾക്ക് എത്ര വരുമാനം കിട്ടും? 15,000 രൂപ വരുമാനം കിട്ടും. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കൺസംഷൻ വർദ്ധിക്കും, പക്ഷേ ഈ 5,000 രൂപ മുഴുവനായിട്ട് അദ്ദേഹം കൺസംഷന് വേണ്ടി ചെലവഴിക്കില്ല. ഇതാണ് കെയ്ൻസിൻ്റെ സൈക്കോളജിക്കൽ ലോയിൽ പറയുന്നത്. ദ കെയ്ൻസ് സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസംഷൻ കൺസിസ്റ്റ് ഓഫ് 3 റിലേറ്റഡ് പ്രൊപ്പോസിഷൻസ്. ഇനി കെയ്ൻസിൻ്റെ കൺസംഷൻ തിയറിയിൽ പരസ്പരം ബന്ധമുള്ള 3 പ്രൊപ്പോസിഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. 3 പ്രൊപ്പോസിഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത്, വെൻ ടോട്ടൽ ഇൻകം ഇൻക്രീസസ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ വിൽ ഓൾസോ ഇൻക്രീസ് ബട്ട് ബൈ എ സ്മോളർ എമൗണ്ട്. അതായത് മൊത്തം വരുമാനം വർദ്ധിക്കുകയാണെങ്കിൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ വർദ്ധിക്കും, പക്ഷേ ആ ഒരു വർധനവ് എന്താണ്? വളരെ ചെറുതായിരിക്കും. കൺസംഷനിലുണ്ടായ വർധനവ് എന്ന് പറയുന്നത് ഇൻകത്തിലെ വർധനവിനേക്കാൾ കുറവായിരിക്കും. ഇനി രണ്ടാമത്തെ പ്രൊപ്പോസിഷൻ, ആൻ ഇൻക്രിമെന്റ് ഓഫ് ഇൻകം വിൽ ബി ഡിവൈഡഡ് ഇൻ സം പ്രൊപ്പോർഷൻ ബിറ്റ്വീൻ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആൻഡ് സേവിങ്സ്. വരുമാനത്തിലുണ്ടാകുന്ന വർധനവിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. 2 കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. ഏതൊക്കെയാണ്? കൺസംഷൻ എക്സ്പെൻഡിച്ചറിന് വേണ്ടി ഉപയോഗിക്കുന്നു, അതുപോലെ സേവിങ്സിന് വേണ്ടി ഉപയോഗിക്കുന്നു. മൂന്നാമത്തെ പ്രൊപ്പോസിഷൻ, ആൻ ഇൻക്രീസ് ഇൻ ഇൻകം ലീഡ്സ് ടു ആൻ ഇൻക്രീസ് ഇൻ ബോത്ത് കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആൻഡ് സേവിങ് ദാൻ ബിഫോർ. ഇൻകം കൂടുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൺസംഷൻ എക്സ്പെൻഡിച്ചറും വർദ്ധിക്കും, അതുപോലെ സേവിങ്സും വർദ്ധിക്കും. അത് മുൻപത്തേക്കാൾ കൂടുതലായിട്ട് വർദ്ധിക്കുമെന്നാണ് പറയുന്നത്. ഓൾ ദീസ് മീൻസ് ദാറ്റ് കൺസംഷൻ എസെൻഷ്യലി ഡിപ്പെൻഡ്സ് അപ്പോൺ ഇൻകം. ഈ 3 പ്രൊപ്പോസിഷനിലും പറയുന്ന കാര്യം എന്താണ്? ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ കൺസ്യൂമറിൻ്റെ കൺസംഷൻ എന്ന് പറയുന്നത് വരുമാനത്തെ ആശ്രയിച്ചിരിക്കും. ആൻഡ് ദാറ്റ് ഇൻകം റെസീപ്റ്റ് ഹാവ് എ ടെൻഡൻസി ടു സ്പെൻഡ് ലെസ് ഓൺ കൺസംഷൻ ദാൻ ദി ഇൻക്രിമെൻറ്റ് ഇൻ ഇൻകം. അതുപോലെ തന്നെ ഇൻകം റിസീവ് ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന് എന്താണ്? വരുമാനത്തിലുണ്ടായ വർധനവിനേക്കാൾ ചെറിയ തോതിൽ മാത്രം ചെലവഴിക്കാനുള്ള ഒരു ടെൻഡൻസിയും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് കെയ്ൻസിൻ്റെ സൈക്കോളജിക്കൽ ലോയിൽ ബേസിക്കായിട്ട് പറയുന്നത്. ഇനി നമുക്കിതിൻ്റെ ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തതാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രാധാന്യം. കെയ്ൻസ് സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസംഷൻ ഐഡൻറ്റിഫൈസ് ദ ഫെയിലിയർ ഓഫ് ദ പീപ്പിൾ ടു സ്പെൻഡ് ദ എൻറ്റയർ ഇൻക്രീസ് ഇൻ ഇൻകം ഓൺ കൺസംഷൻ. ഇപ്പോൾ കെയ്ൻസിൻ്റെ സൈക്കോളജിക്കൽ ലോയിൽ അദ്ദേഹം കണ്ടെത്തിയ ഒരു കാര്യം എന്താണ്? വരുമാനത്തിലുണ്ടാകുന്ന വർധനവിന് പൂർണ്ണമായും കൺസ്യൂമേഴ്സ് ചെലവഴിക്കില്ല. അപ്പം അതിൻ്റെ ഒരു റിസൾട്ട് എന്തായിരിക്കും? ദ റിസൾട്ട് ഈസ് എ ഗ്യാപ്പ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് കൺസംഷൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇൻകവും കൺസംഷനും തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ടാകുന്നു. അതായത് രണ്ടും ഈക്വൽ അല്ലാത്തൊരവസ്ഥ വരുന്നു. ഇഫ് ദിസ് ഗ്യാപ്പ് ഈസ് നോട്ട് ഫിൽഡ് ദ ഇക്കോണമി വിൽ ഫേസ് അൺഎംപ്ലോയ്മെൻറ്റ്. അപ്പോൾ ഇൻകവും കൺസംഷനും തമ്മിൽ ഇത്തരത്തിലൊരു ഗ്യാപ്പ് ഉണ്ടാവുകയും അത് പരിഹരിക്കപ്പെടാതിരിക്കുകയും ചെയ്താൽ അതിൻ്റെ ഭാഗമായിട്ട് അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാകും. സിൻസ് ദ കൺസംഷൻ ഫംഗ്ഷൻ ഈസ് സ്റ്റേബിൾ ദ ഇൻകം കൺസംഷൻ ഗ്യാപ്പ് ക്യാൻ ബി ഫിൽഡ് ഓൺലി ബൈ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇനി കെയ്ൻസിൻ്റെ തിയറിയൊക്കെ ഷോർട്ട് റൺ ആയതുകൊണ്ട് ഇവിടെ കൺസംഷൻ ഫംഗ്ഷനെ സ്റ്റേബിൾ ആക്കിയിട്ടാണ് നിർത്തുന്നത്. സ്റ്റേബിൾ പറഞ്ഞാൽ എന്താണ്? സ്ഥിരമാണ്. അപ്പോൾ ഈ ഇൻകവും കൺസംഷനും തമ്മിലുള്ള ഗ്യാപ്പ് പരിഹരിക്കണമെങ്കിൽ എന്ത് വേണം? ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. Thus, investment is crucial in the determination of the level of employment and income. അതുകൊണ്ട് തന്നെ എംപ്ലോയ്മെൻറ്റും ഇൻകവും നിർണ്ണയിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരിക്കും.
രണ്ടാമത്തേത് ദ പോസിബിലിറ്റി ഓഫ് ജനറൽ ഓവർ പ്രൊഡക്ഷൻ ആൻഡ് മാസ് അൺഎംപ്ലോയ്മെന്റ്. അതായത് അമിതമായ ഉൽപാദനത്തിനും വളരെ ഉയർന്ന തോതിലുള്ള അൺഎംപ്ലോയ്മെന്റിനുള്ള ഒരു സാധ്യതയെക്കുറിച്ച് പറയുന്നുണ്ട്. അനദർ ഇംപ്ലിക്കേഷൻ ഓഫ് കെയ്ൻസ് ലോ ഈസ് ദാറ്റ് ദർ ക്യാൻ ബി ജനറൽ ഓവർ പ്രൊഡക്ഷൻ ആൻഡ് മാസ് അൺഎംപ്ലോയ്മെന്റ്. സമ്പദ് വ്യവസ്ഥയിൽ ഓവർ പ്രൊഡക്ഷനും അൺഎംപ്ലോയ്മെന്റും ഉണ്ടാവാനുള്ള സാധ്യതയെക്കുറിച്ചാണ് പറയുന്നത്. Since the marginal propensity to consume is less than 1, the entire output produced is not sold in the market. ഇവിടെ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം അല്ലെങ്കിൽ MPC എന്ന് പറയുന്നത് 1 കുറവാണ്. MPC എന്ന് പറഞ്ഞാൽ എന്താണ്? വരുമാനത്തിലെ മാറ്റവും ഉപഭോഗത്തിലെ മാറ്റവും തമ്മിലുള്ള അനുപാതം. അപ്പോൾ അത് ലെസ് ദാൻ 1 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഔട്ട്പുട്ട് പൂർണ്ണമായും മാർക്കറ്റിൽ വിറ്റഴിക്കപ്പെടുന്നില്ല. ദസ് സപ്ലൈ എക്സീഡ്സ് ഡിമാൻഡ്. അതായത് സപ്ലൈ ഡിമാൻഡിനേക്കാൾ കൂടുതലായിരിക്കും. സാധനങ്ങൾ വിറ്റഴിക്കപ്പെടില്ല പറഞ്ഞാൽ എന്താണ്? സപ്ലൈ ചെയ്യാൻ ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ടായിരിക്കും, പക്ഷെ അത് വാങ്ങാൻ ആളുകളില്ല. അതായത് സപ്ലൈ എക്സീഡ്സ് ഡിമാൻഡ്, ലീഡിങ് ടു ജനറൽ ഓവർ പ്രൊഡക്ഷൻ ആൻഡ് മാസ് അൺഎംപ്ലോയ്മെന്റ്. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ള രീതിയിലാണ് അമിതോൽപാദനവും അൺഎംപ്ലോയ്മെന്റും ഉണ്ടാകുന്നത്. മൂന്നാമത്തേത് ഡിക്ലൈനിങ് ടെൻഡൻസി ഓഫ് ദി മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ. മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ കുറയാനുള്ള പ്രവണത. എന്താണ് മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ MPC? പുതിയ ഇൻവെസ്റ്റ്മെന്റിൽ നിന്നും പ്രതീക്ഷിക്കുന്ന പ്രോഫിറ്റിനെ അല്ലെങ്കിൽ ലാഭത്തിനെയാണ് മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. According to the psychological law of consumption, as income increases, consumption increases but less than proportionately. സൈക്കോളജിക്കൽ ലോ പ്രകാരം ഇൻകം കൂടുകയാണെങ്കിൽ കൺസംഷൻ കൂടും, പക്ഷേ കൺസംഷനിൽ ഉണ്ടാകുന്ന വർധനവ് ഇൻകത്തിലുണ്ടാകുന്ന വർധനവിനേക്കാൾ കുറവായിരിക്കും. The result is a fall in the demand for consumer goods. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താണ്? കൺസ്യൂമർ ഗുഡ്സിൻ്റെ ഡിമാൻഡ് കുറയുന്നു. The producers will reduce the production of consumer goods, resulting in decline in demand for capital goods. അപ്പോൾ കൺസ്യൂമർ ഗുഡ്സിൻ്റെ ഡിമാൻഡ് കുറയുമ്പോൾ പ്രൊഡ്യൂസേഴ്സ് എന്താ ചെയ്യുക? കൺസ്യൂമർ ഗുഡ്സിൻ്റെ ഉൽപ്പാദനം കുറയ്ക്കും. അങ്ങനെ വരുമ്പോൾ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെയും ഡിമാൻഡ് കുറയുന്നു. The marginal efficiency of capital tend to decline when the demand for capital goods is discouraged. അപ്പോൾ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ഡിമാൻഡ് കുറയുന്നത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ക്യാപിറ്റലിൻ്റെ മാർജിനൽ എഫിഷ്യൻസി കുറയുന്നത്. Thus the declining tendency of marginal efficiency of capital could be attributed to the failure of the propensity to consume to rise. MEC കുറയാനുള്ള യഥാർത്ഥ കാരണം എന്താണ്? ആ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂമിനെ ഉയർത്താൻ കഴിയാത്തത്. പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്ന് പറഞ്ഞാൽ എന്താണ്? ആളുകൾ കൂടുതൽ പണം സ്പെൻഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ സ്പെൻഡിങ് കുറയുന്നത് കൊണ്ടാണ് ക്യാപിറ്റലിൻ്റെ ഡിമാൻഡ് കുറഞ്ഞത്. ക്യാപിറ്റലിൻ്റെ ഡിമാൻഡ് കുറയുന്നതാണ് MEC കുറയുന്നതിന് കാരണമായിട്ട് പറയുന്നത്. നാലാമത്തത് ഡേഞ്ചർ ഓഫ് പെർമനൻറ്റ് ഓവർ സേവിങ് ഗ്യാപ്പ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഓവർ സേവിങ് ഗ്യാപ്പ് എന്ന് നോക്കാം. അതായത് കൂടുതൽ പണം സേവ് ചെയ്യുക, അതുപോലെ വളരെ കുറച്ച് മാത്രം സ്പെൻഡ് ചെയ്യുക, അതിനെയാണ് ഓവർ സേവിങ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. ദ സൈക്കോളജിക്കൽ ലോ പോയിന്റ്സ് ഔട്ട് ദി ഡേഞ്ചർ ഓഫ് എ പെർമനൻറ്റ് ഓവർ സേവിങ് ഗ്യാപ്പ്. അപ്പോൾ സമ്പദ് വ്യവസ്ഥയിൽ തുടർച്ചയായിട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ സ്ഥിരമായിട്ടുണ്ടാകുന്ന ഈ ഒരു ഓവർ സേവിങ് ഗ്യാപ്പിനെ കുറിച്ചും സൈക്കോളജിക്കൽ ലോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എന്താണത്? ദ ഡേഞ്ചർ ഈസ് ദാറ്റ് ഓഫ് സെക്യുലർ സ്റ്റാഗ്നേഷൻ. അപ്പോൾ ഇവിടെ പറയുന്ന ഡേഞ്ചർ അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയ്ക്ക് ദോഷകരമായി ബാധിക്കുന്ന കാര്യം എന്താണ്? സെക്യുലർ സ്റ്റാഗ്നേഷൻ. തുടർച്ചയായിട്ട് സമ്പദ് വ്യവസ്ഥ എന്തായിരിക്കും? സ്റ്റാഗ്നൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ മുരടിച്ച അവസ്ഥയിൽ ആയിരിക്കും. ഒരു പുരോഗതി ഇല്ലാത്ത, ഒരു ഉൽപ്പാദനം കൂടാത്ത, എംപ്ലോയ്മെൻറ്റ് ലെവൽ കൂടുകയും ചെയ്യാതെ സ്ഥിരമായി നിൽക്കുന്ന സാഹചര്യത്തിനെയാണ് സെക്യുലർ സ്റ്റാഗ്നേഷൻ എന്ന് പറയുന്നത്. As income increases, people save more out of their increased income. വരുമാനം കൂടുകയാണെങ്കിൽ ആ കൂടിയ വരുമാനത്തിൽ നിന്ന് ജനങ്ങൾ എന്ത് ചെയ്യും? കൂടുതൽ പണം സേവ് ചെയ്യും. Since the profitable investment opportunities are declining in a capitalist economy. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കുറയുന്നു. സേവിങ് വിൽ നോട്ട് ബി മാച്ച്ഡ് ബൈ ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും തുല്യമല്ലാതെ വരുന്നു. This will result in a fall in output and employment, leading ultimately to secular stagnation. ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റും സേവിങ്സും ഈക്വൽ അല്ലാതെ വരുമ്പോൾ ഔട്ട്പുട്ട് കുറയുന്നു, എംപ്ലോയ്മെൻറ്റ് കുറയുന്നു. അത് പിന്നീട് സെക്യുലർ സ്റ്റാഗ്നേഷനിലേക്ക് എത്തുന്നു. അഞ്ചാമത്തെ പോയിന്റ് നേച്ചർ ഓഫ് ഇൻകം പ്രൊപ്പഗേഷൻ. ഇൻകം പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൗ ഇനീഷ്യൽ ഇൻക്രീസ് ഇൻ ഇൻകം come spread through the economy in multiple rounds and leads to increase in income.
അതായത് ഒരു തവണ ഇൻകം വർദ്ധിപ്പിക്കുമ്പോൾ അതെങ്ങനെയാണ് മൾട്ടിപ്പിൾ റൗണ്ട് പലതരത്തിൽ ഇക്കോണമിയിൽ സ്പ്രെഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, അത് പിന്നീട് എങ്ങനെയാണ് വരുമാനത്തിൽ വർധനവുണ്ടാക്കുന്നത്, അതിനെയാണ് ഇൻകം പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ദ മൾട്ടിപ്ലയർ എക്സ്പ്ലെയിൻസ് ദ നേച്ചർ ഓഫ് ഇൻകം പ്രൊപ്പഗേഷൻ ഇൻ ദി ഇക്കോണമി. അപ്പോൾ സമ്പദ് വ്യവസ്ഥയിൽ ഇൻകം പ്രൊപ്പഗേഷൻ്റെ ആ ഒരു സ്വഭാവം മനസ്സിലാക്കുന്നതിന് വേണ്ടി മൾട്ടിപ്ലയർ എന്ന കൺസെപ്റ്റാണ് ഉപയോഗിക്കുന്നത്. The multiplier explains the peculiar way in which an initial injection of purchasing power leads to smaller successive increment of income. അപ്പോൾ ഇവിടെ ഈ മൾട്ടിപ്ലയർ എന്തിനാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? പർച്ചേസിംഗ് പവറിൽ ഒരു ചെറിയൊരു ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ അതെങ്ങനെയാണ് പതിയെ പതിയെ ചെറിയ ചെറിയ വർധനവ് വരുമാനത്തിൽ ഉണ്ടാക്കുന്നത്. This is because the magnifying effect of an initial increase in income is directly derived from the marginal propensity to consume. അപ്പോൾ ഇൻകത്തിലുണ്ടാകുന്ന ആ ഒരു വർധനവ് എന്ന് പറയുന്നത് MPCയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. MPC എന്ന് പറഞ്ഞാൽ എന്താണ്? മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം, ദാറ്റ് ഈസ് ചേഞ്ചസ് ഇൻ ഇൻകം ടു ചേഞ്ചസ് ഇൻ കൺസംഷൻ. അതായത് വരുമാനത്തിലെ മാറ്റവും ഉപഭോഗത്തിലെ മാറ്റവും തമ്മിലുള്ള അനുപാതം. അപ്പോൾ ചെറിയ തോതിൽ ഇൻകം വർദ്ധിക്കുകയാണെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ഏത് വർദ്ധിക്കും? കൺസംഷൻ വർദ്ധിക്കും. കൺസംഷൻ വർദ്ധിക്കുന്നത് വീണ്ടും സമ്പദ് വ്യവസ്ഥയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടുന്നു. ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുമ്പോൾ വീണ്ടും ഇൻകം കൂടുന്നു. അത്തരത്തിലാണ് ഒരു മൾട്ടിപ്ലയർ എഫക്റ്റോട് കൂടിയിട്ടാണ് ഇൻകം സമ്പദ് വ്യവസ്ഥയിൽ വർദ്ധിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചും സൈക്കോളജിക്കൽ ലോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആറാമത്തെ പോയിന്റാണ് ടേണിംഗ് പോയിന്റ്സ് ഓഫ് ദി ബിസിനസ് സൈക്കിൾ. കെയ്ൻസ് ലോ ആൾസോ ഹെൽപ്സ് ടു എക്സ്പ്ലെയിൻ ദ ടേണിംഗ് പോയിന്റ് ഓഫ് ദി ബിസിനസ് സൈക്കിൾസ്. ബിസിനസ് സൈക്കിളിൻ്റെ ടേണിംഗ് പോയിന്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനും കെയ്ൻസിൻ്റെ ലോ സഹായിച്ചിട്ടുണ്ട്. ദ അപ്പർ ടേണിംഗ് പോയിന്റ്സ് ഓഫ് ദി ബിസിനസ് സൈക്കിൾ ഈസ് എക്സ്പ്ലെയിൻഡ് ബൈ ദ ലിമിറ്റ് സെറ്റ് ബൈ ദ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ഓഫ് ലെസ് ദാൻ യൂണിറ്റി. പിന്നെ ടേണിംഗ് പോയിന്റ്സ് പറയുമ്പോൾ അതിന് അപ്പർ ലിമിറ്റും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ലോവർ ലിമിറ്റും ഉണ്ടായിരിക്കും. ഈ അപ്പർ ലിമിറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള അസംഷൻ എന്താണ്? മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്ന് പറയുന്നത് 1 കുറവായിരിക്കും. The cumulative process of expansion may end in a recession because the increase in consumption is smaller than increase in income. ഇപ്പോൾ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഒരു ക്യുമുലേറ്റീവ് പ്രോസസ്സാണ്. ഒറ്റയടിക്ക് സംഭവിക്കുന്നതല്ല, അത് ആഡ് ചെയ്ത് വരുന്നൊരു ക്യുമുലേറ്റീവ് പ്രോസസ്സാണ്. ഈ ഒരു ക്യുമുലേറ്റീവ് പ്രോസസ്സ് എപ്പോഴാണ് എൻഡ് ചെയ്യുന്നത്? റിസഷനോട് കൂടി എൻഡ് ചെയ്യുന്നു. ഇനി റിസഷൻ ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ഇൻക്രീസ് ഇൻ കൺസംഷൻ ഈസ് സ്മോളർ ദാൻ ഇൻക്രീസ് ഇൻ ഇൻകം. കൺസംഷനിലുണ്ടാകുന്ന വർധനവ് എപ്പോഴും ഇൻകത്തിലുണ്ടാകുന്ന വർധനവിനേക്കാൾ കുറവായിരിക്കും. അത് പതിയെ പതിയെ റിസഷൻ എന്ന സ്റ്റേജിലേക്ക് എത്തുന്നു. എ റിഡക്ഷൻ ഇൻ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ലീഡ്സ് ടു എ ഫോൾ ഇൻ ദി ഏർണിങ്സ് ഓഫ് ദി എൻ്റർപ്രീനേഴ്സ്. അപ്പോൾ കൺസംഷൻ എക്സ്പെൻഡിച്ചർ കുറയുന്നത് എൻ്റർപ്രീനേഴ്സിൻ്റെ ഏർണിങ്സ് കുറയ്ക്കുന്നതിന് കാരണമാകുന്നു. ദേ വിൽ റെഡ്യൂസ് പ്രൊഡക്ഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ് ലീഡിങ് ടു റിസഷൻ. ഇപ്പോൾ എൻ്റർപ്രീനേഴ്സ് അവരുടെ ഏർണിങ്സ് കുറയുമ്പോൾ എന്താ ചെയ്യുക? പ്രൊഡക്ഷൻ കുറയ്ക്കും, അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് കുറയ്ക്കും. അത് റിസഷന് കാരണമാവുകയും ചെയ്യുന്നു. The lower turning points of the business cycle is explained in terms of the failure of the people to reduce their consumption expenditure to the full extent of the decrement of income. ഇനി ലോവർ ടേണിംഗ് പോയിന്റ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഏത് കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ്? നമ്മുടെ വരുമാനം കുറയുന്ന അതേ നിരക്കിൽ കൺസംഷൻ കുറയ്ക്കാൻ കൺസ്യൂമേഴ്സിന് കഴിയില്ല. വരുമാനം എത്രയാണോ കുറഞ്ഞത് അത്രയും താഴ്ചയിലേക്ക് കൺസംഷൻ കുറയ്ക്കാൻ കൺസ്യൂമേഴ്സിന് കഴിയില്ല. It is difficult for the people to give up the accustomed standard of consumption all of a sudden, even if there is a drastic reduction in their income. അതായത് നമ്മുടെ വരുമാനത്തിൽ വളരെ വലിയ തോതിലൊരു കുറവ് സംഭവിച്ചാലും നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉണ്ടായിരിക്കും. ആ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൽ നിന്ന് താഴോട്ട് പെട്ടെന്ന് വരാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. Thus, the marginal propensity to consume of less than unity sets a limit beyond which consumption may not decrease more than income decreases. പിന്നെ ഇവിടെ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ലെസ് ദാൻ 1 ആണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ ഒരു ലിമിറ്റ് സെറ്റ് ചെയ്യുന്നുണ്ട്. ആ ലിമിറ്റിന് താഴോട്ട് എന്താണ് കൺസംഷൻ കുറയ്ക്കാൻ കഴിയില്ല. ഇൻകം കുറഞ്ഞാലും ആ ഒരു ലിമിറ്റ് എന്താണോ ആ ലിമിറ്റിന് താഴോട്ട് കൺസംഷൻ കുറയ്ക്കാൻ കഴിയില്ല. ദിസ് വിൽ റിസൾട്ട് ഇൻ എ റിക്കവറി. അതിൻ്റെ ഭാഗമായിട്ടാണ് സമ്പദ് വ്യവസ്ഥയിൽ വീണ്ടും ഏത് പ്രോസസ്സ് ആരംഭിക്കുന്നത്? റിക്കവറി പ്രോസസ്സ് ആരംഭിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കെയ്ൻസിൻ്റെ സൈക്കോളജിക്കൽ ലോയുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്.